സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് പത്രങ്ങളിലൂടെയും ചില മീഡിയകളിലൂടെയൊക്കെ തന്നെ ചന്ദനമരത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഭൂമിയിൽ ഇതിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ നമ്മൾ ഗ്രൂപ്പിലും അല്ലാതെയുമായും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അല്പം സ്വല്പം ചില ആൾക്കാർക്കെങ്കിലും ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വന്തം ചന്ദനമരം ഉടമയ്ക്ക് വെട്ടാം, വിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ വാർത്തകളുള്ളത്. ഇത് കേട്ട് കുറഞ്ഞ ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. നിലവിൽ നമ്മളിലുള്ളതോ അല്ലെങ്കിൽ നമ്മളിഞ്ഞ് പ്ലാന്റേഷൻ ചെയ്യുന്നതോ ആയിട്ടുള്ള മരങ്ങളൊക്കെ നമ്മളെ യഥേഷ്ടം നമുക്കത് വിൽക്കാനും മുറിക്കുവാനും ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടൊക്കെ സെയിൽ ചെയ്യാനൊക്കെ സർക്കാർ അംഗീകരിച്ചു. ഇതങ്ങോട്ട് സാർവത്രികമായി ഇനി ഏത് രീതിയിലും മറ്റു മരങ്ങളെ പോലെ ഇത് കൈകാര്യം ചെയ്യാമെന്നുള്ളത് കുറഞ്ഞ ആൾക്കാർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതകളേറെയാണ്. ഞാനിപ്പോൾ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തലിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രസൻറ്റേഷനിൽ പറയുന്നൊരു സ്ലൈഡാണ്. അതായത് 2024 ഫെബ്രുവരിയിലെ ബജറ്റുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്നും ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തുമെന്നുമുള്ള ചില പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപനങ്ങളെ 50% തുക മുൻകൂർ നൽകുമെന്നും കേരളത്തിൽ മറയൂർ കൂടാതെ ഇത് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശേഖരണ കേന്ദ്രങ്ങൾ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞുള്ള കുറേ പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനങ്ങൾക്ക് മന്ത്രിസഭയുടെ പൂർണ്ണമായ നിയമ അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതായത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്ക് പൂർണ്ണമായ നിയമ അംഗീകാരം മന്ത്രിസഭ കൊടുത്തു എന്നുള്ളതാണ്. അതിലൂടെ മനസ്സിലാക്കേണ്ടത് സർക്കാർ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് നിയമത്തിൻ്റെ പിൻബലം തന്ന് ജനങ്ങളോട് കൂടുതൽ അത് ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2002 മുതൽ സർക്കാർ ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ്. 2002 മുതൽ നമ്മുടെ പറമ്പിലൊക്കെ ഒരു മരമുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ചുപിടിപ്പിച്ചാലും ശരി, സ്വാഭാവികമായി വളർന്നു വന്നതാലും ശരി, ഒന്നെങ്കിൽ കള്ളന്മാർക്ക് അല്ലെങ്കിൽ സർക്കാരിന് എന്നതായിരുന്നു 2002 വരെ ഉള്ളത്. എന്നാൽ 2002 തുടങ്ങി ഇപ്പോൾ ഈ 2025 വരെ എത്തി നിൽക്കുമ്പോഴും സർക്കാർ അനൗൺസ് ചെയ്ത ഓരോ നിയമങ്ങളും കൂടുതൽ സുതാര്യമാക്കി അത് ജനകീയമാക്കിക്കൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഒരു ഭാഗത്തിരിക്കുന്നവർക്ക് ഇത് ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കാം. അല്ല, ഈ പ്രോത്സാഹനത്തെയൊക്കെ ശരിക്കും മനസ്സിലാക്കി നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റ് കൃത്യമായ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്റ്റാണ് നമ്മളത്. കൃത്യമായി 15 വർഷത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയ രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാലനത്തോടെയും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സംവിധാനത്തോടു കൂടി നെക്സ്റ്റ് ഒരു 15 വർഷത്തെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ച കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള പ്രോത്സാഹനങ്ങളും സബ്സിഡികളും അതിന് കൂടുതൽ സുതാര്യമാക്കുന്ന നിയമങ്ങൾ തന്നെയാണ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാനുള്ളത് എന്ന് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്നത്. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.